റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ്. എന്തിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ്? നിങ്ങൾക്ക് ഒരു PhDയോ അല്ലെങ്കിൽ MPhilോ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ബേസിക്സ് പഠിക്കാനുള്ള ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ് ഈ റിസർച്ച് എന്ന് പറയുന്ന പ്രോഗ്രാം. ഇത് പ്യുവർലി ഒരു റിസർച്ച് പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. ഒരു റിസർച്ച് പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് റിസർച്ച് എന്ന് പറയുന്ന കോഴ്സ്. നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈതർ നിങ്ങൾക്ക് MPhilോ അല്ലെങ്കിൽ ഡയറക്റ്റ് PhDക്കോ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനുള്ള എലിജിബിലിറ്റി കിട്ടും എന്നുള്ളതാണ് ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഇനി ഇതിൽ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിനും മാസ്റ്റേഴ്സ് ചെയ്യാൻ താല്പര്യമില്ല, പകരം അവർക്ക് ഡയറക്റ്റ് ഒരു റിസർച്ച് പ്രോഗ്രാമിലേക്ക് പോകാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ റിസർച്ച് എന്ന് പറയുന്ന പ്രോഗ്രാം. ഇനി അടുത്തൊരു കാര്യം, റിസർച്ച് ചെയ്യുന്ന ആളുകൾ ബേസിക്കലി അവർക്ക് ഒരു സ്പൗസ് വിസ കിട്ടും എന്നുള്ള ഒരൊറ്റ കൺസേൺ എടുത്തിട്ടാണ്. കാരണം UK നിങ്ങൾക്ക് തന്നെ അറിയാം, 2024 ശേഷം സ്പൗസ് വിസ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനോ അല്ലെങ്കിൽ ഡിഗ്രി പ്രോഗ്രാം എടുക്കുന്ന സ്റ്റുഡൻസിനോ അവൈലബിൾ അല്ല. ലെവൽ 7 ആൻഡ് എബോവ് ഉള്ള കോഴ്സുകൾ എടുക്കുന്ന സ്റ്റുഡൻസിനാണ് ശരിക്കും ഇപ്പോൾ സ്പൗസ് വിസ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സ്പൗസ് വിസയ്ക്ക് വേണ്ടിയാണ് റിസർച്ച് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതുപോലെ റിസർച്ച് ഒരു റിസർച്ച് ഓറിയന്റഡ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ട്രഡീഷണൽ കോഴ്സുകൾ പോലെ ഒരു ബാച്ചിലേഴ്സോ ഡിഗ്രിയോ പോലെ അല്ല ഇതിന്റെ സ്ട്രക്ചർ. നിങ്ങൾക്ക് ബേസിക്കലി 1, 2, മാക്സിമം 3 സബ്ജക്ട്സ് മാത്രമാണ് റിസർച്ച് എന്ന് പറഞ്ഞ ഈ കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ പ്രധാനമായിട്ടും വരുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിസർച്ച് മെത്തഡോളജിനെ കുറിച്ച്, എങ്ങനെ നിങ്ങൾക്ക് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇതിന്റെ കോർ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്.